CPI മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം BJPയിൽ AIYF മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയായ P. അരുണാണ് BJPയിൽ ചേർന്നത്. പ്രാദേശിക നേതൃത്വത്തോടുള്ള പ്രതിഷേധ സൂചകമായിട്ടാണ് പാർട്ടി വിട്ടത് എന്ന് അരുൺ പറഞ്ഞു. തന്നെ പ്രവർത്തിക്കാൻ അനുവദിച്ചില്ല എന്നും ഇനി BJPക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും അരുൺ പറഞ്ഞു. CPM-ന്റെ ആളുകളാണെങ്കിലും CPI-യുടെ ആളുകളാണെങ്കിലും ഒക്കെ എന്നെ അതേ രീതിയിൽ തന്നെയാണ് കാണുന്നത് എന്നാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് എനിക്ക് ഫ്രീ ആയിട്ട് എന്തിനും ചെയ്യാൻ പറ്റുമായിരുന്നു. താങ്കൾ ഒരു ജനകീയനായിരുന്നു ഇവിടെ, ഞാൻ വിശ്വസിക്കുന്നു. അല്ലാന്ന് എന്നെ ആരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഇതല്ല, ജനകീയൻ എന്ന വാക്കൊന്നും ഞാൻ പറയാൻ അർഹനല്ല. പക്ഷെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളിലും സജീവമായി പ്രവർത്തിക്കാനും ഇറങ്ങാനും ആർക്കും ദോഷമില്ലാത്ത രീതിയിൽ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് എന്നുള്ള എന്റെ സ്വയം ഒരു വിശ്വാസമുള്ള വ്യക്തിയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ താങ്കൾ ഇപ്പൊ പരാജയപ്പെട്ടതിന് പിന്നിലും ഇത്തരത്തിലുള്ള ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ എനിക്ക് സാധിക്കില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ പൊളിറ്റിക്കലി ഇങ്ങനത്തെ വരുന്ന സാഹചര്യങ്ങൾക്ക് എങ്ങനെ അതിജീവിക്കണമെന്നോ അതിനെന്താണ് സാഹചര്യം എന്നോ മനസ്സിലാക്കാൻ മാത്രമുള്ള ഒരു അറിവും ആ തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ ഇതെനിക്കില്ല. പക്ഷെ ഞാൻ തോറ്റത് ഏകദേശം 306 വോട്ടിനാണ്. സാധാരണ ഞങ്ങളെ പ്രദേശത്ത് ഈ 18-ാം വാർഡിൽ തോൽക്കാനോ ജയിക്കാനോ LDF-ന് സാധ്യതയുള്ള വോട്ട് എന്ന് പറയുന്നത് ഒരു 60 വോട്ടിന്റെ ഉള്ളിലാണ്. ഞാൻ മത്സരം കഴിഞ്ഞിട്ട് എന്റെ LDF പ്രവർത്തകർ എല്ലാവരും തന്നെ അവകാശപ്പെട്ടിരുന്നത് ഏകദേശം ഒരു 60, 65, 70 വോട്ടോളം ഭൂരിപക്ഷത്തിൽ ഞാൻ ജയിക്കുമെന്നാണ്. എന്റെ സുഹൃത്തുക്കൾ എനിക്ക് അത്രയും വിഷമം എന്റെ പാർട്ടി സഖാക്കളുടെ കാര്യത്തിലാണ്. പാർട്ടി സഖാക്കള് കറുത്ത ഷർട്ടും ചുമന്ന മുണ്ടും വരെ വാങ്ങിയിട്ട് അവര് ആഘോഷിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്ന സാഹചര്യത്തിലാണ് 306 വോട്ടിന്റെ വലിയ പരാജയം. വോട്ട് നമുക്ക് സാധാരണ ഇവിടെ കിട്ടാറുള്ള വോട്ടുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൂടി 306 വോട്ടിന്റെ വലിയ രീതിയിലുള്ള ഒരു പരാജയം നമ്മൾ ഏറ്റുവാങ്ങിയത്. ജംഷീർ കൊടിഞ്ഞിയുടെ വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ. ജംഷീർ, തെരഞ്ഞെടുപ്പ് സമയത്ത് ട്വിസ്റ്റുകൾ സംഭവിക്കുകയാണ്. P. അരുൺ പാർട്ടി വിടാനുള്ള കാരണം എന്താണോ? ഒപ്പം നേതൃത്വം ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം നൽകുന്നുണ്ടോ? അനീഷ, പ്രാദേശിക നേതൃത്വവുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് ഇത്തരത്തിൽ അരുൺ പാർട്ടി വിടാൻ കാരണമെന്നാണ് അരുൺ നമ്മളോട് പറഞ്ഞത്. അതായത് കഴിഞ്ഞ കുറച്ചധികം നാളുകളായി തന്നെ പാർട്ടി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല. താൻ എന്ത് ചെയ്താലും അതിനെല്ലാം കുറ്റം കണ്ടെത്തി തനിക്കെതിരെ കുപ്രചരണങ്ങൾ അഴിച്ചുവിടുകയാണ് എന്നുള്ളതാണ്. പ്രാദേശിക നേതൃത്വത്തിനെതിരെയാണ് അരുൺ രംഗത്ത് വരുന്നത്. മാത്രമല്ല, ഇക്കാര്യം ജില്ലാ നേതൃത്വത്തെ നേരത്തെ അറിയിച്ചിരുന്നു. പക്ഷേ കൃത്യമായൊരു ഇടപെടൽ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ്. പാർട്ടിയിൽ പ്രവർത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നതോടുകൂടിയാണ് താൻ പാർട്ടി വിടുന്നത് എന്നുള്ളതാണ് അരുൺ ഇപ്പോൾ പ്രതികരിക്കുന്നത് എന്നുള്ളതാണ്. അരുൺ CPI-യുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. AIFയുടെ മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റാണ്. മാത്രമല്ല AITC-യുടെ ജില്ലാ കമ്മിറ്റി അംഗവും വണ്ടൂർ മണ്ഡലം സെക്രട്ടറിയുമായിരുന്നു. ഇത്തരത്തിൽ കഴിഞ്ഞ തവണ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വണ്ടൂർ പഞ്ചായത്തിൽ 18-ാം വാർഡിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളുകൂടിയാണ്. അങ്ങനെ ഈ പൊതുവായി ഈ CPI-യുടെ അല്ലെങ്കിൽ പ്രവർത്തന രംഗത്ത് സജീവമായി ഉണ്ടായിരുന്ന ഒരാൾ കൂടിയാണ് അരുണ് പെട്ടെന്ന് ഇത്തരത്തിൽ പാർട്ടി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ അരുൺ പറയുന്നത് കഴിഞ്ഞ കുറച്ചധികം നാളുകളായി തനിക്കെതിരെ പ്രാദേശിക നേതൃത്വം രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തന്നെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ വാട്സാപ്പുകളിലും മറ്റുമൊക്കെ തനിക്കെതിരെ കുപ്രചരണങ്ങൾ അയച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ തനിക്ക് പ്രവർത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് താൻ ഇപ്പോൾ BJP-യിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. ഏതായാലും BJP-യിൽ ഔദ്യോഗിക അംഗത്വം ഇന്ന് അദ്ദേഹം എടുത്തിരിക്കുന്നു. ഇനി മുതൽ BJP-ക്ക് വേണ്ടി താൻ പ്രവർത്തിക്കും എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം തന്നെ പ്രാദേശിക CPI നേതൃത്വം ഇത് സംബന്ധിച്ച് ഒരു വിശദീകരണം നൽകാൻ തയ്യാറായിട്ടില്ല. അതേസമയം ജില്ലാ നേതൃത്വം പറയുന്നത് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നുള്ള ഒരു വിശദീകരണമാണ് CPI ജില്ലാ നേതൃത്വം പറയുന്നത്. അനീഷ, ശരി. ജംഷീർ കൊടിഞ്ഞിയാണ് വിവരങ്ങൾ നൽകിയത്.